ശ്രീ പിന്റു മഹാദേവൻ തുടരുന്നതാണ് മനസ്സിലാക്കുന്നത്. ശ്രീ പിന്റു, ഇന്നലെ പൂരത്തിൻ്റെ ദൃശ്യങ്ങൾ, പൂര സമയത്തെ ഇലഞ്ഞിത്തറ മേളമാണെങ്കിലും പിന്നീട് തെക്കോട്ടിറക്കമാണെങ്കിലും ഒക്കെ അതിൻ്റെ ദൃശ്യങ്ങൾ അങ്ങനെ മാധ്യമങ്ങളിൽ കാണുമ്പോൾ അവിടെ പി രാജൻ മന്ത്രിയുണ്ട്, സുനിൽകുമാറുണ്ട്, അങ്ങനെ പ്രാദേശികമായ നേതാക്കന്മാരും സർക്കാരിൻ്റെ ഭാഗമായ ഉദ്യോഗസ്ഥരും ഒക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ. എന്നാൽ ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ദേവസ്വം ഭാരവാഹികളുടെ ഒരു പ്രതികരണം വരുന്നത്. ഞങ്ങൾക്കിത് പറയാൻ ആരെയും കാണുന്നില്ല, ഈ വിഷയം ചർച്ച ചെയ്യേണ്ട ഉത്തരവാദപ്പെട്ട ഈ അധികാരികളിലേക്ക് തങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ല, ജില്ലാ കളക്ടറെ പോലും കിട്ടുന്നില്ല. അങ്ങനെ വലിയൊരു പ്രതിസന്ധി, ഈ കാര്യങ്ങൾ അവർക്ക് ചർച്ച ചെയ്യുന്നതിന് പരിഹാരം കാണാൻ കഴിയുന്നില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. പിന്നീട് വളരെ വൈകിയാണ് ജില്ലാ കളക്ടറെ ഉൾപ്പെടെ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. നേരത്തെ പിന്നീട് പറഞ്ഞ പോലെ തന്നെ ഇത് ഉത്തരവിട്ടെന്ന് പറയുന്ന കമ്മീഷണറെ കിട്ടുന്നില്ല, ജില്ലാ കളക്ടറുമായി അവർക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ഇന്നലെ മുഴുവൻ ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്ന മന്ത്രിയെയോ MLA ആരെയും കാണുന്നില്ല, അങ്ങനെ ഒരാളെയും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ അവിടെ സുരേഷ് ഗോപി കൃത്യമായി ചില ഇടപെടലുകൾ നടത്തുന്നു. സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യം, പുലർച്ചെ തന്നെ സുരേഷ് ഗോപി അവിടേക്ക് എത്തുന്നു, ചർച്ച നടത്തുന്നു. പിന്നീട് പൂരം സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്ക്, സമയക്രമങ്ങളൊക്കെ വൈകുകയാണെങ്കിൽ പോലും ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വങ്ങൾ എത്തുന്നു. ശ്രീ പിന്റു, തീർച്ചയായും. കാരണം തികച്ചും വലിയൊരു അനിശ്ചിതമായിരുന്നല്ലേ 1 മണി മുതൽ വെടിക്കെട്ട് നടന്ന 7 മണി 8 മണി സമയം വരെയുള്ള സമയം. ആളുകൾ രാവിലെ മുതൽ ഈ വെടിക്കെട്ടിനും പൂരങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾ തൊഴിൽ ഭാഗത്തുനിന്ന് ആളുകൾ തികച്ചും അനിശ്ചിതമായിരുന്നു. അവിടുത്തെ MLA നമ്മൾ കണ്ടില്ല, MP നമുക്ക് ഓൾറെഡി ഇപ്പൊ MP ഇല്ല വേണമെങ്കിൽ തത്വത്തിൽ പറയാം, MP കണ്ടിട്ടില്ല. മന്ത്രി രാജനുണ്ട്, രാജനെ കണ്ടിട്ടില്ല. ഈ സുനിൽകുമാറിനെ ആരെയും കണ്ടില്ല. സത്യത്തിൽ ഈ പൂരം എങ്ങനെയെങ്കിലും തകർന്നു തരിപ്പണമാകട്ടെ എന്നുള്ള ഒരു അജണ്ട വെച്ച് പ്രവർത്തിക്കുന്നത് പോലെയാണ് ഭരണകൂടം പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനപ്രതിനിധികളാണല്ലോ, ജനങ്ങളുടെ പൂരമാണല്ലോ. ഈ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കളക്ടറുമായി ബന്ധപ്പെട്ട്, ഈ കമ്മീഷണറുമായി ബന്ധപ്പെട്ട്, ഇപ്പൊ ഇന്ന് രാവിലെയാണ് ഈ സുനിൽകുമാറിലേക്ക് ഒരു പ്രസ്താവന നമ്മൾ കാണുന്നത്. അതേപോലെ പൂരത്തെയും പാരമ്പര്യത്തെയും കുറിച്ച് അറിയാത്ത ഒരാൾ. അങ്ങനെയല്ലല്ലോ, പൂരവുമായി ബന്ധപ്പെട്ട് പൂരം നടക്കുന്ന സമയത്ത്, മേളം നടക്കുന്ന സമയത്ത് ടാറ്റ കാണിക്കലല്ലോ. ഒരു വിഷയം വരുന്ന സമയത്ത് അത് പരിഹരിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്ന പൂരം. ആ പൂരത്തെ ആസൂത്രിതമായിട്ട് തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്ന് പറയാൻ നമുക്കറിയാലോ, ഈ ദക്ഷിണ കൈലാസത്തിലെ ശൈവ ശാക്തേയ സംഘമാണ് സത്യത്തിൽ ഈ വടക്കുന്നാഥന്റെ പൂരം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ബിംബങ്ങളുണ്ട്. ആ ബിംബങ്ങൾ ഇവർക്ക് അലർജിയാണ്. അവിടെ ഉയരുന്ന നാദം എന്ന് പറയുന്നത് ശൈവ ശാക്തേയ പാരമ്പര്യത്തിന്റെ നാദമാണ്. ആ നാദം കാണുമ്പോൾ അലർജിയുള്ള ആളുകൾക്ക് പൂരം നടക്കുന്നത് അത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള സാധ്യത നമ്മൾ ഒരിക്കലും കാണില്ല. പിന്നെ ഈ ജനങ്ങളുടെ ഒരു പൂരമായതുകൊണ്ട് അവിടെ വന്ന് ഇവരുടെ ഇത്തരത്തിലുള്ള ഈ കെട്ടിവേഷങ്ങൾ കാണിച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കുന്നതിനപ്പുറത്തേക്ക് ഈ വിഷയം പരിഹരിക്കാനുള്ള ആത്മാർത്ഥത ഒരാൾ പോലും കാണിച്ചില്ല. അതിൽ കൃത്യമായി ഇടപെട്ടാണ് സുരേഷ് ഗോപി ആണെന്നത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം ഇതേ വിഷയം ഉണ്ടായിട്ടുണ്ട്. പാറമേക്കാവ് ദേവിയുടെ രാത്രി എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് ഇതേ വിഷയം കഴിഞ്ഞ നമ്മൾ ആവർത്തിച്ചതാണ്. അന്നും ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് ഏതാനും പേരെ മാത്രമാണ്, നാമമാത്രമായ ആളുകളെ നടത്തിയിട്ട് ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് അന്ന് ചടങ്ങ് അവസാനിപ്പിക്കേണ്ടി വന്നു. ആ സാഹചര്യത്തെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ തവണ മുൻകൂട്ടിയിട്ട് ഈ തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വം പോലീസും അധികാരികളും ചർച്ച ചെയ്തിട്ട് അതിനൊരു ക്ലാരിറ്റി വരുത്തിയതാണ്. ആ ക്ലാരിറ്റി വരുത്തിയ കാര്യത്തെയാണ് പിന്നെ 1 മണി സമയത്തോടുകൂടി ഇത്തരത്തിൽ ബാരിക്കേഡ് തകർന്നുകൊണ്ട് പഞ്ചവാദ്യം വേണ്ട, ആളുകൾ വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും പേര് പോയിട്ട് നിങ്ങൾ ആചാരം നടത്തി പോയിപ്പോകും എന്ന രീതിയിലേക്ക് ആളുകളെ തടയുന്നത്, വാദ്യത്തെ തടയുന്നത്, മേളത്തെ തടയുന്നത്, അത് സ്വാഭാവികമായിട്ടുണ്ടാക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ഈ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാനും അതിന്റെ കടമകൾ നിർവഹിക്കാനും അതിൽ നിന്ന് നാടിനും ജനങ്ങൾക്കും ഉണ്ടാകുന്ന ഐശ്വര്യം, അങ്ങനെ വലിയൊരു തത്വമാണ്. ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്വാഭാവികമായി നടക്കുന്ന ഒരു എക്സിബിഷൻ അല്ലല്ലോ, ഇത് പൂരമാണ്. അതിനകത്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിപ്പിക്കേണ്ടതുണ്ട്, എഴുന്നള്ളപ്പുകൾ കൃത്യമായി നടക്കേണ്ടതുണ്ട്, അതിലെ ആചാര ചിട്ടവട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇതിനൊന്നുമുള്ള ഒരു കാര്യവും ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു പോലീസ് രാജ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ അനിശ്ചിതത്വം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തിൽ ചേർന്ന പ്രവൃത്തിയല്ല. അതിനൊരു ഇത് കാണണ്ടേ? സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഈ റൗണ്ടിനകത്ത് ഇപ്പൊ വർഷങ്ങളായിട്ട് ഒരാൾ പോലും റൗണ്ടിനകത്ത് നിൽക്കുന്നില്ല. എല്ലാവർക്കും പറയാം, ഈ പൂരം നടത്തിയിട്ട് കോവിഡ് പശ്ചാത്തലത്തിന്റെ ഒക്കെ സാഹചര്യത്തിൽ പോലും വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പൂരം നടന്നത്. ഇങ്ങനെ ശാസ്ത്രീയമായി പൂരം നടക്കുന്നതാണ് പലരുടെയും പ്രശ്നം. ആ പ്രശ്നത്തിന്റെ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ദേവസ്വങ്ങളെ ഏതൊക്കെ രീതിയിലാണ് ഇവര് ദേവസ്വങ്ങളെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ഇവർ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്നലെ നടന്നത് ആസൂത്രിതമായ ശ്രമമാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം. ആ അന്വേഷണം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണോ, എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നറിയില്ല. പൂരത്തിന് നേരെ നിരന്തരമായിട്ട് പലതരത്തിൽ, പ്രത്യേകിച്ച് തിരുവമ്പാടി ആയിക്കോട്ടെ, പാറമേക്കാവ് ദേവസ്വങ്ങളോട് ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഭരണകൂടവും കൊച്ചിൻ ദേവസ്വവും പെരുമാറുന്നത്. അപ്പൊ അത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, അത്രയും ആളുകൾ ഒരാൾ പോലും പോയിട്ടില്ല.
ഒരാൾ പോലും പോകാതെ മണിക്കൂറോട് ക്യൂ നിന്ന് വെടിക്കെട്ടും കണ്ട് അതും ആസ്വദിച്ചിട്ടാണ് ജനങ്ങൾ പോകുന്നത്. കാരണം വടക്കുന്നാഥനിൽ ഒരു വിശ്വാസമുണ്ട് ജനങ്ങൾക്ക്. ആ വടക്കുന്നാഥന്റെ പാരമ്പര്യത്തിൽ ഒരു വിശ്വാസമുണ്ട്. ആ പാരമ്പര്യത്തെ വടക്കുന്നാഥന്റെ പാരമ്പര്യത്തെ തകർക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് ഇന്നലെ നടന്നത്. യെസ്, പ്രിൻഡു സൂചിപ്പിച്ചത് പലപ്പോഴും ഈ ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ നിന്നൊക്കെ ഭക്തരെ അങ്ങ് മാറ്റി നിർത്തുക. അത് തൃശ്ശൂർ പൂരമാണെങ്കിലും മറ്റ് ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രത്യേകതയുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ, പ്രത്യേകിച്ച് ശബരിമലയിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. 2017 അധികം പിന്നോട്ടൊക്കെ പോകേണ്ട 2018 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും. ഭക്തരെയൊക്കെ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളുടെ കേന്ദ്രങ്ങളിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്തുക. ഇത് ചില ഉദ്യോഗസ്ഥരും പോലീസുകാരും മാത്രം മതി ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതായത് ചടങ്ങുകൾ മാത്രമാക്കി നടത്തിയാൽ മതി, അത്തരം ആഘോഷങ്ങളിലേക്ക് പോകേണ്ട ഒരാൾക്കൂട്ടം ഉണ്ടാകേണ്ട, അത്തരം ആഘോഷങ്ങളിലേക്ക് ആരും കടക്കേണ്ട തരത്തിലേക്ക് എവിടെയൊക്കെ ഒരു അജണ്ട നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്ന പോലെ ചില സംശയങ്ങൾ പലരും പ്രകടിപ്പിക്കുന്നു. അതൊക്കെ ശരിവെക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് നോക്കിയാൽ എപ്പോഴും ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെ ഒരു വിവാദത്തിൻ്റെ കൂടെ കൂട്ടിക്കെട്ടാൻ പല കേന്ദ്രങ്ങളും പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സമീപകാലത്ത് ഏതാണ്ട് ഒരു അധികം പിന്നോട്ടങ്ങ് പോകണ്ട, ഒരു 10-20 വർഷത്തെ ചരിത്രം ഇങ്ങോട്ട് പരിശോധിച്ചാൽ പ്രധാനപ്പെട്ട ഹൈന്ദവ ആചാരങ്ങളെ, സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ ഒരു വിവാദം അത് ആഘോഷം എപ്പോഴാണ് ഉണ്ടാകുന്നത്, അതിനോടൊപ്പം ഒരു വിവാദം കൂടി കൂട്ടിച്ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ അത് പൂർണ്ണമാകുന്ന തരത്തിലേക്ക് ഒരു തിരക്കഥ എവിടെയൊക്കെയോ തയ്യാറാകുന്ന ഒരു രീതി കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. ശ്രീ പിന്റു, തീർച്ചയായും ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതൊരു തിരക്കഥയ്ക്ക് അനുസരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഹൈന്ദവ ആചാരങ്ങളും ഹൈന്ദവ ക്ഷേത്രങ്ങളും ഹൈന്ദവ വിശ്വാസങ്ങളെയും കൃത്യമായിട്ട് പൂരമായിക്കോട്ടെ, ഉത്സവമായിക്കോട്ടെ, ആഘോഷങ്ങളെ കൃത്യമായിട്ട് അജണ്ട വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഭരണകൂടം നേരിടുന്നത്. നേരിട്ട് അവർക്ക് നേരിടാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോലീസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ അവർ കൃത്യമായിട്ട് നേരിടുന്നത്. ശബരിമല ആയിക്കോട്ടെ, പിന്നലെ വടക്കുന്നാഥന്റെ സംഭവങ്ങളായിക്കോട്ടെ, നമ്മളൊരു ഒരു നിയന്ത്രണം എന്ന് പറഞ്ഞ പേര് പറഞ്ഞുകൊണ്ട് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. ഇതുപോലെ തന്നെ ഇതര മതത്തിൽപ്പെട്ട ആളുകളുടെ ഏതെങ്കിലും വിശ്വാസത്തിലോ ആചാരത്തിലോ ചടങ്ങുകളിലോ ഇത്തരത്തിലുള്ള ഒരു ശുഷ്കാന്തി ഇവർ കാണിക്കുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. വലിയ വലിയ ആഘോഷങ്ങൾ ഇത്തരം മതസ്ഥരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് മാത്രം, ഹൈന്ദവ ആചാരങ്ങൾക്ക് മാത്രം ഒരു അജണ്ട വെച്ച് ഇവർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണം. അത് ആസൂത്രിതമാണ്. അതിന് ഒരു ഭരണകൂടം എല്ലാ സമയത്തും ക്രമസമാധാന പാലകർ എന്ന പേരിൽ പോലീസ് സംവിധാനങ്ങളെ ഉപയോഗിക്കുകയാണ്. പല ഘട്ടങ്ങളിൽ പല ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് അറിയാം കൃത്യമായിട്ട് നിയന്ത്രണങ്ങളാണ്. ഇത് പാടില്ല, അത് പാടില്ല, നിലവിളക്ക് വെക്കാൻ പാടില്ല, കാവി തോരണങ്ങൾ പാടില്ല, ഈ സമയത്തിനുള്ളിൽ നിങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും നിർത്തണം, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ആചാര വിശ്വാസം നടത്താൻ പാടൂ എന്നൊരു അജണ്ട വെച്ച് പ്രവർത്തിക്കുന്ന ആസൂത്രിതമായിട്ടുള്ള ശ്രമം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്. അത് ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു വിശ്വാസങ്ങളെയും ഈ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം. അതിനൊരു സംശയം വേണ്ട.